ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസായ സ്നാപ്പ് ആൻഡ് സ്പാർക്ക് എന്ന വളരെ രസകരമായ ഒരു കഥയാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരു ഹൈസ്കൂൾ കാണിച്ചുകൊണ്ടാണ്. ഇത് കാണുമ്പോൾ ഒരു സാധാരണ സ്കൂൾ കണക്ക് തോന്നുമെങ്കിലും ഇവിടെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ പഠിച്ചു നേടുന്ന മാർക്കിനേക്കാൾ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും അവർക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന നമ്പർ ഓഫ് ലൈക്കുകളും ഷെയറുകളും കമന്റുകളും ആളുകൾ അവരെ ഫാൻ ഫോളോവിംഗ് ആയി പിറകെ കൂടുന്നതും ഒക്കെയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു നല്ല താരമാണെങ്കിൽ സ്കൂളിൽ നിങ്ങൾക്ക് നല്ല മതിപ്പ് കിട്ടും. നിങ്ങൾ സ്കൂളിൽ വലുതായിട്ട് പഠിച്ചില്ലെങ്കിലും അതൊരു പ്രശ്നമേ അല്ല. ആ ഒരു രീതിയാണ് ആ സ്കൂളിൽ. അതിന് കാരണം ഈ സ്കൂളിലെ ഒട്ടുമിക്ക കുട്ടികളും ഫ്യൂച്ചറിൽ ഐഡൽസ് ആവണം, ഒരു സെലിബ്രിറ്റി ലൈഫ് ലീഡ് ചെയ്യണം എന്ന ആ ഒരു താല്പര്യത്തിൽ ഫ്യൂച്ചറിനെ നോക്കി കാണുന്നവരാണ്. ഈ സ്കൂളിലെ കുറെ പൂർവ്വ വിദ്യാർത്ഥികളും അത്തരത്തിൽ ഐഡൽസ് ആയി മാറിയിട്ടുണ്ട്. അതാണ് ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകത. അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായ ഡോങ്ക്യു ആള് കുറച്ച് ശരീരഭാരമൊക്കെ കൂടിയ ഒരു കൂട്ടത്തിലാണ്. അവന്റെ ലുക്സ് അത്ര പോരാന്ന് പറഞ്ഞ് അവന് ഒരുപാട് ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി അവൻ കണ്ടെത്തിയ വഴി കുറച്ച് കാശിറക്കി ആ സ്കൂളിലെ ഒരു പോപ്പുലർ പെണ്ണായ മൂണിന്റെ അടുത്ത് തന്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്ലി ആയി ആളുകളുള്ള സമയത്തൊന്ന് പെരുമാറാനായി പറയുന്നതായിരുന്നു. അവൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ തനിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ശമനം ലഭിക്കുമെന്ന് ഡോങ്ക്യു പ്രതീക്ഷിച്ചു. അതേ കണക്ക് തന്നെയാണ് കാഫറ്റീരിയയിൽ എല്ലാവരും ഉള്ള സമയത്ത് ഡോങ്ക്യുവിന്റെ അടുത്ത് ചെന്ന് മൂൺ സംസാരിച്ച് കാര്യമായി പെരുമാറി പോകുമ്പോൾ അവനെ ബുള്ളി ചെയ്യാറുണ്ടായിരുന്ന ആളുകൾ പോലും അതിനുശേഷം അവനെ ഉപദ്രവിക്കാതെ ആവുന്നു. കാരണം ആ സ്കൂളിലെ ഒരു പോപ്പുലർ പെൺകുട്ടിയാണ് മൂൺ. അപ്പോൾ അവൾ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരാളോട് നമ്മളും അങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അത് അവളുടെ മുന്നിൽ മോശാവില്ലേ എന്ന തോന്നൽ കൊണ്ടാണ്. അതേ സ്കൂളിലെ തന്നെ ഒരു പോപ്പുലർ ആയ പയ്യനാണ് സൂബിൻ. സൂബിൻ വളരെ നല്ലൊരു പിയാനോ ആർട്ടിസ്റ്റുമാണ്. അവരുടെ സ്കൂളിൽ തന്നെയുള്ള കിം എന്ന പെൺകുട്ടി സൂബിനുമായി എപ്പോഴും പിയാനോയുടെ കാര്യത്തിൽ മത്സരിച്ച് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാറുണ്ട്. അവർ രണ്ടുപേരും ഒരേ അളവിൽ പിയാനോ നന്നായി കൈകാര്യം ചെയ്യും. ഈ മൂണിന് സൂബിനോടൊരു താല്പര്യമുണ്ട്. കുട്ടിക്കാലം മുതലേ പരസ്പരം അറിയാവുന്നവരാണ്. പലപ്പോഴും ഇവരെ ഒന്നിച്ച് കാണുന്നവർ നിങ്ങൾ തമ്മിൽ എത്ര ചേർച്ചയാണ് എന്ന രീതിയിലൊക്കെ അവരെ കമന്റ് അടിക്കാറുണ്ടെങ്കിലും രണ്ടുപേർക്കും മനസ്സിലൊരു താല്പര്യമുണ്ടെങ്കിലും അത് ഇതുവരെ തുറന്നു പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൽ ആയിട്ടില്ല. സൂബിൻ വളരെ വ്യക്തമായി തന്നെ മൂണിനോടുള്ള കെയർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പോലും പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ മൂൺ കഴിഞ്ഞ കുറെ നാളുകളായി അവനോടുള്ള ഇഷ്ടം പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞ് പാർക്കിൽ വെച്ച് സൂബിനെ കാണുന്ന സമയത്ത് തന്റെ മനസ്സ് തുറന്ന് അവനോട് സംസാരിക്കണമെന്ന് തന്നെ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ബൊക്കയുമായി അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന അവളുടെ ഉള്ളിലെ ഫീലിങ്സ് തുറന്നു പറയുമ്പോൾ അവൻ അപ്പൊ അതിന് ഉത്തരം പറയാതെ പോകുന്നു. തന്നോട് അവൻ കാണിക്കുന്ന കെയർ വെച്ച് തീർച്ചയായും അവൻ തനിക്ക് ഒരു പോസിറ്റീവ് റിപ്ലൈ തന്നെ തരുമെന്ന പ്രതീക്ഷയിൽ അവൾ കാത്തിരുന്നു. പിന്നീട് കാണുമ്പോൾ സൂബിൻ അവൾ മുന്നേ പ്രപ്പോസ് ചെയ്തതിന് മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അവൾ വിചാരിച്ച കണക്ക് ഒരു പോസിറ്റീവ് റിപ്ലൈ ആയിരുന്നില്ല. മൂണിനെ ഒരു സിസ്റ്ററിന്റെ സ്ഥാനത്തെ താൻ കണ്ടിട്ടുള്ളൂ എന്നും താൻ പ്രണയിക്കുന്നത് കിമ്മിനെ ആണെന്നുമാണ് സൂബിൻ പറയുന്നത്. അത് മൂണിനെ ഭയങ്കര ഷോക്കാക്കുന്നു. അപ്പോൾ അവൻ തന്നോട് കാണിച്ച കെയർ ഒക്കെ തന്നെ ഒരു സഹോദരിയോട് കാണിക്കുന്ന സ്നേഹമായിരുന്നു എന്ന് അവൾ ഇപ്പോൾ അമ്പരന്ന് ആലോചിക്കുന്നുണ്ട്. അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പാടായിരുന്നു. എന്തായാലും അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് സൂബിനെയും കിമ്മിനെയും ഒന്നിച്ച് കാണുമ്പോഴാണ് ഇവർ പുറമേന്ന് കാണുന്നവരുടെ കണ്ണിൽ പിയാനോ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന രണ്ട് ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ശത്രുത കൊണ്ട് നടക്കുന്ന ആളുകൾ കണക്കാണ് പുറമേന്ന് കാണുന്നവർ ഇവരെ പറ്റി ചിന്തിച്ചിരുന്നതെങ്കിലും ഇവർ രണ്ടുപേരും രഹസ്യമായി പ്രണയത്തിലായിരുന്നു എന്നത് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. തന്നെക്കാൾ ഒരു രീതിയിലും കിം മികച്ചു നിൽക്കുന്നതായി മൂണിന് തോന്നുന്നില്ല. ഇനി ഒരു പക്ഷെ അവൾ നന്നായി പിയാനോ വായിക്കുന്നതായിരിക്കുമോ സൂബിന് അവളോട് ഒരു പ്രണയം തോന്നാൻ കാരണമെന്ന് പോലും ഒരു ഇഷ്ടക്കേടോടുകൂടി മൂൺ ചിന്തിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മൂൺ സൂബിന്റെയും കിമ്മിന്റെയും ഇഷ്ടം പരസ്യപ്പെടുത്താതെ അവൾ അറിഞ്ഞ കാര്യം രഹസ്യമായി തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കാണ് ഒരു ദിവസം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് എല്ലാവരും ലുക്ക് വൈസ് കൊള്ളൂല, നീ ഒരു സെലിബ്രിറ്റി ഒന്നും ഫ്യൂച്ചറിൽ ആവാൻ പോകുന്നില്ല എന്ന് കളിയാക്കിക്കൊണ്ടിരുന്ന ആദ്യം ബുള്ളി ചെയ്യപ്പെട്ട പയ്യനില്ലേ ഡോങ്ക്യു, അവൻ ഒരു പരസ്യത്തിൽ അഭിനയിക്കാനായി ചാൻസ് കിട്ടുന്നത്. അത് അവൻ എല്ലാവരോടും കൊട്ടിഘോഷിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അതിന്റെ പേരിൽ അവനോട് വീണ്ടും കാര്യമായി പെരുമാറാനോ ഒക്കെ തുടങ്ങുന്നു. അങ്ങനെ അവൻ അതിന്റെ ഷൂട്ടിങ്ങിനൊക്കെ വളരെ എക്സൈറ്റഡ് ആയി എല്ലാവരോടും പൊങ്ങച്ചു വെടിച്ചൊക്കെ പോകുന്നുണ്ടെങ്കിലും അവിടെ ചെല്ലുന്ന സമയം ലാസ്റ്റ് മിനിറ്റ് അവനെ ആ ഒരു കാസ്റ്റിൽ നിന്ന് മാറ്റാണ്. അവൻ ഒട്ടും അട്രാക്റ്റീവ് അല്ല, ഈ ഒരു ആഡിലേക്ക് അവൻ ചേരില്ല എന്ന ആരോപണങ്ങളൊക്കെയാണ് അവർ അവനെ അതിൽ നിന്ന് മാറ്റുന്നതിനായി പറയുന്നത്. ഡോങ്ക്യു അതുമൂലം വളരെ അഫക്റ്റഡ് ആവുന്നുണ്ട്. എല്ലാവരുടെ മുന്നിൽ അവൻ നാണം കെട്ട ഒരു അവസ്ഥ എത്തുന്നുണ്ട്. ഈ സമയം അവന്റെ റൂംമേറ്റ് ആയ ജെ ആണ് വളരെ സപ്പോർട്ടീവായി കൂടെ നിന്നത്. ജെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അവൻ ഇവരുടെ ഒക്കെ അതേ ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും സ്ഥിരമായി ക്ലാസ്സിൽ പോവാറില്ല. അതേ കണക്ക് ബാക്കിയുള്ള കുട്ടികൾ തനിക്കൊരു സെലിബ്രിറ്റി ആവണമെന്ന് പറയുമ്പോൾ അവൻ ആ രീതിയിലൊന്നും ആഗ്രഹം പ്രകടിപ്പിക്കാറില്ല. അങ്ങനെ എല്ലാവരോടും സംസാരിക്കാതെ കൂട്ടുകൂടാതെ എപ്പോഴും തന്റേതായ ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കാനായി ഇഷ്ടപ്പെടുന്ന ഒരു പയ്യൻ. പിന്നെ അവൻ കുറച്ചൊക്കെ സംസാരിക്കുന്നത് റൂംമേറ്റ് ആയ ഡോങ്ക്യുവിനോട് മാത്രമാണ്. ഇതൊക്കെയാണ് അവനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതെങ്കിലും ആക്ച്വലി അവൻ അങ്ങനെയല്ല. അവൻ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ്. പക്ഷെ ആളുകൾ തന്നെ കൂടുതൽ ശ്രദ്ധിക്കരുത്, തനിക്കൊരു പ്രൈവറ്റ് ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ച് എല്ലാത്തിൽ നിന്നും ഓടി മറിഞ്ഞ് ജീവിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് അവൻ. അവൻ പലപ്പോഴും ഏജൻസിയിൽ നിന്നൊക്കെ
മുങ്ങി നടന്ന് ഒരു പ്രൈവറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായി ശ്രമിക്കുമ്പോൾ അവരൊക്കെ അവനെ കണ്ടുപിടിച്ച് തിരിച്ച് കൂട്ടിക്കൊണ്ടും പോവാറുണ്ട് അവരുടെ ഐഡലായി. പക്ഷേ സ്കൂളിൽ അവൻ ഇങ്ങനെ ഒരു മുഖമുള്ള കാര്യം അത്ര പോപ്പുലർ അല്ല. കാരണം തന്നെ പറ്റി ആരും ഡൗട്ട് അടിച്ച് ഒന്നും കണ്ടെത്താതിരിക്കാനായി മാക്സിമം അവനെല്ലാം ഒളിപ്പിച്ച് വെച്ച് ഒരു പതുങ്ങിയ രീതിയിലാണ് സ്കൂളിൽ മുന്നോട്ട് പോകുന്നത്. അവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ സ്കൂളിനടുത്തുള്ള ഒരു കഫേയിലേക്ക് തന്റെ ഫ്രണ്ടുമായി പോകുന്ന മൂൺ അവിടെ കിമ്മിനെയും സൂബിനെയും കാണുന്നു. മൂണിന് ഇവരുടെ കാര്യം അറിയാം, പക്ഷേ ഈ ഫ്രണ്ടിന് അറിയില്ലല്ലോ ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. വെറും ക്ലാസ്മേറ്റ്സ് ആ ഒരു രീതി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവരെ കാണുമ്പോൾ ഫ്രണ്ട് ആകെ അമ്പരന്ന് നിൽക്കുന്നു. മൂണിന് ഓൾറെഡി ഇത് അറിയാമെങ്കിലും അവൾക്ക് പെട്ടെന്ന് അത് കണ്ട് വല്ലാത്ത ഡിസ്റ്റർബൻസ് വന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ടീം സൂബിൻ പുറകെ ചെന്ന് എന്തോ പറയാനായി അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കിം എത്തുമ്പോൾ സൂബിൻ ഒന്നും മിണ്ടാതെ മൂണിന്റെ കൈ വിടുകയും തിരിച്ച് കിമ്മിന്റെ പുറകെ പോവുകയും ചെയ്യുന്നു. അത് കാണുമ്പോൾ മൂണിന് എന്തൊക്കെയോ ഡൗട്ട്. ഈ സൂബിൻ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? അവൻ കിമ്മിനെ എന്തെങ്കിലും കാര്യത്തിൽ പേടിച്ചാണോ ഇങ്ങനെ പെരുമാറുന്നത് എന്നെല്ലാമാണ് അവൾക്ക് ഇപ്പോൾ അവന്റെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ ആ ഒരു ചേഞ്ച് വരുമ്പോൾ ഡൗട്ട് ഇരിക്കുന്നത്. കാരണം കിം ഇല്ലാത്തപ്പോൾ തന്നോട് എന്തോ പറയാനായി വന്നവൻ പെട്ടെന്ന് കിമ്മിനെ കണ്ടപ്പോൾ ഒന്നുമില്ലാത്ത രീതി മാറിപ്പോയത് അവളുടെ ഉള്ളിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ഡോങ്ക്യുവിന് അവസരം നഷ്ടപ്പെട്ട കാര്യം കൊണ്ട് തന്നെ അവന് വീണ്ടും സ്കൂളിൽ കളിയാക്കലിന് നിന്ന് കൊടുക്കേണ്ടി വരുന്നു. ആളുകൾ അവനെ വീണ്ടും താഴ്ത്തി കെട്ടി സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ജെ ആണ് ഡോങ്ക്യുവിനെ സപ്പോർട്ട് ചെയ്യാനായി വരുന്നത്. കൂടാതെ അപ്പോഴേക്കും അവൻ ആരാണ് എന്നൊരു രഹസ്യം മൂൺ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ആ കാര്യം പറഞ്ഞ് അവന്റെ അടുത്ത് സംസാരിക്കാനായി വരുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടാതെ ജെ അവളെ തിരിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. നീ ഡോങ്ക്യുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് അന്ന് എല്ലാവരുടെ മുന്നിൽ അവനോട് കാര്യമായി പെരുമാറിയത്. ഇത് നീ ആദ്യമായി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇവിടെ പല കുട്ടികളെയും നീ ഇതുപോലെ കാശ് വാങ്ങി അവരുടെ സോഷ്യൽ സ്റ്റേറ്റസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അവരെ വലിയ കാര്യമായി പരിഗണിച്ച് നാടകം കളിക്കാറുണ്ട്. അത് നിന്റെ ഒരു സ്ഥിരം പണിയല്ലേ? അത്തരത്തിൽ കാശിന് വേണ്ടി എന്തെങ്കിലും എന്റെ അടുത്ത് ഇറക്കിക്കൊണ്ടുവന്ന നടക്കാൻ പോകുന്നില്ല എന്ന് അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മൂൺ ചെയ്യാറുണ്ടായിരുന്നു എന്നത് മറ്റു കുട്ടികൾ കേൾക്കുന്നത്. അവർ മൂണിനെ ഭയങ്കര കാര്യമായി പരിഗണിച്ച് എന്തോ വലിയ സംഭവമാണ് അവൾ എന്ന രീതിയിൽ കൊണ്ടു നടന്നതല്ലേ. അപ്പോൾ അവളെ പറ്റി ഒരു നെഗറ്റീവ് ഇങ്ങനെ കേൾക്കുമ്പോൾ അവർക്കത് ഭയങ്കര അമ്പരപ്പായിരുന്നു. പക്ഷെ ഈ സമയം ഡോങ്ക്യു മൂണിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് സാറെത്തുമ്പോൾ കുട്ടികളുടെ ആ ഒരു കൂട്ടം അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് കൊണ്ട് കൂടുതലായി സംസാരം അവിടെ നടക്കുന്നില്ല. പക്ഷെ ജെയെ പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് തന്നെ, അതായത് അവൻ ഈ പതുങ്ങിയിരിക്കുന്ന കണക്കല്ല, അവനൊരു ടാലന്റഡ് ആയ പയ്യനാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വരുന്ന ആർട്സ് ഫെസ്റ്റിവലിന് അവളുടെ കൂടെ പെർഫോം ചെയ്യാനായി അവൾക്ക് ഒരാളെ വേണം. അതിന് തന്റെ കൂടെ പെയർ ആകണമെന്ന് അവനെ നിർബന്ധിച്ച് പിറകെ നടക്കുന്നു. ആക്ച്വലി അതിനുവേണ്ടിയാണ് അവൾ മുന്നേ തന്നെ അവന്റെ കാര്യങ്ങൾ അറിയാമെന്ന രീതിയിൽ അവനെ പ്രൊവോക്ക് ചെയ്ത് പുറകെ കൂടിയത്. അങ്ങനെ അവളുടെ പാർട്ട്ണർ ആവാനായി ജെ തയ്യാറാവുന്നില്ല. എപ്പോഴും അവൾ അവന്റെ പിറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവന്റെ താമസ സ്ഥലത്ത് പോയി ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവൻ സ്കൂളിൽ വരാതെ സ്കിപ്പ് ചെയ്യുമ്പോൾ അവളും അവന്റെ പിറകെ സ്കൂളിൽ സ്കിപ്പ് ചെയ്ത് തന്റെ പാർട്ട്ണർ ആകാനായി റിക്വസ്റ്റ് ചെയ്തേ നടക്കായിരുന്നു. ഈ സമയത്ത് അവൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ തന്നെ പാർട്ട്ണർ ആവണം എന്ന് ഇത്ര നിർബന്ധം എന്താണെന്ന്. അപ്പോ അവള് പറയുന്നത് അവൾക്ക് ഈ വരുന്ന ആർട്സ് ഫെസ്റ്റിവലില് മത്സരിച്ച് വിജയിക്കണം എന്നതൊരു വാശിയാണെന്നായിരുന്നു. കാരണം ആ ഒരു ഫെസ്റ്റിവലിൽ അവള് ടാർഗറ്റ് ചെയ്യുന്നത് സൂബിനെയും കിമ്മിനെയും തോൽപ്പിക്കുക എന്നതാണ്. അവർ ഒന്നിച്ച് ആ ഒരു പ്രോഗ്രാമിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് അവൾക്കറിയാം. അപ്പൊ അതിനായി അവൾക്ക് പാർട്ട്ണർ ആകാനായി പറ്റിയ ആളായി അവൾ കണ്ടെത്തിയത് ജെയായിരുന്നു. അവൾ വിചാരിച്ച കണക്ക് തന്നെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി സൂബിനും കിമ്മും പിയാനോ പ്രാക്ടീസ് തകൃതിയിൽ നടത്തുന്നു. ഈ സൂബിന് മറ്റൊരു രഹസ്യമുണ്ട് കേട്ടോ. അവനൊരു ബാറിൽ വെയിറ്ററായി ജോലിക്ക് പോകുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് അവൻ ആ ജോലിക്ക് പോകുന്നത്. കൂടാതെ താൻ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് എന്നത് മറച്ചു വെച്ചിട്ടുമാണ് പോകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അത്തരം സ്ഥലങ്ങളിൽ ജോലിയൊന്നും നൽകുന്നതല്ല, പാർട്ട് ടൈം ആയിട്ട് പോലും. ഒരു വെയിറ്റർ എന്ന രീതിയിൽ അവിടെ നിൽക്കുന്നതിനോടൊപ്പം തന്നെ പിയാനോ വായിച്ച് അവിടെ എത്തുന്നവരെ അമ്പരപ്പിച്ച് അവിടുത്തെ മാനേജറിന്റെ പോലും കണ്ണിലുണ്ണിയായി സൂബിൻ അവിടുത്തെ ജോലിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാവരും വരുന്ന ഫെസ്റ്റിവലിന് തകൃതിയിലെ പ്രാക്ടീസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയം എല്ലാവരുടെയും മൊബൈലിലേക്ക് ഒരു വീഡിയോ ലീക്ക് ആവുന്നു. ആ വീഡിയോ കണ്ടാൽ സൂബിനും കിമ്മും റിലേഷൻഷിപ്പിലാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു വീഡിയോ. കാരണം അവർ ഒന്നിച്ച് ഫ്രണ്ട്ലി ആയി സംസാരിച്ചിരിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. പൊതുവെ ഇവരങ്ങനെ എല്ലാവരുടെ മുന്നിൽ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കും കാര്യങ്ങളും ഒന്നും നടത്താറില്ലാത്തവരാണ്. ആക്ച്വലി ആ വീഡിയോ ലീക്ക് ആക്കിയത് തന്നെ കിമ്മാണ്. താൻ സൂബിനുമായി റിലേഷൻഷിപ്പിലാണെന്ന് എല്ലാവരും അറിയണം എന്ന ഒരു രീതി കൊണ്ടാണ് അവളത് ലീക്ക് ആക്കിയതെങ്കിലും അതിങ്ങനെ എല്ലാവരും അറിയുന്നത് സൂബിന് താല്പര്യമില്ല. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം അവൻ വേണമെന്ന് വെച്ച് കിമ്മിനെ ഇഷ്ടപ്പെട്ട് റിലേഷൻഷിപ്പിലായതല്ല. അവന് കിമ്മിനോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചു വെച്ച് ബാറിൽ അവൻ ജോലിക്ക് പോകുന്ന കാര്യം കണ്ടെത്തുന്ന കിം ആ കാര്യം എല്ലാവരെയും അറിയിക്കും, അവന്റെ ജോലി കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവനെ നിർബന്ധിച്ചൊരു റിലേഷൻഷിപ്പിലാക്കി എടുത്തതാണ്. വേറെ വഴിയില്ലാതെ തന്റെ രഹസ്യം പുറത്തറിഞ്ഞാൽ തനിക്കത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്ന അവൾ പറഞ്ഞതിന് കൂട്ടുനിന്നെന്നുമുള്ളൂ. അങ്ങനെ മൂണിന് സൂബിന്റെ പെരുമാറ്റത്തിൽ ഒരു ഡൗട്ട് തോന്നിയത് വെറുതെ അല്ല എന്ന് നമുക്ക് ഇപ്പോ മനസ്സിലാക്കാം. പക്ഷെ അവൾക്ക് അപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ അവന് സംഭവിച്ചത്
സംഭവിച്ചതെന്ന് അറിയില്ല. ഇതേ സമയം മൂൺ പിറകെ നടന്ന് ജയെ കൊണ്ട് അവളുടെ പെർഫോമൻസിന് വേണ്ടിയുള്ള പാർട്ട്ണർ ആകാമെന്ന് സമ്മതിപ്പിക്കുന്നു. അങ്ങനെ അതിന്റെ പ്രാക്ടീസിനായി ഒന്നിച്ച് കുറേ സമയം ചെലവഴിക്കുന്നതിന്റെ ഇടയിൽ ജയ്ക്ക് മൂണിനോട് ഒരു താല്പര്യം തുടങ്ങുന്നു. അവൻ ആ കാര്യം ഓപ്പണായി അവളോട് പറയുമ്പോൾ അത്തരം ഒരു അപ്രോച്ച് അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാതിരുന്ന അവൾക്ക് അത് ഷോക്കിംഗ് ആയിരുന്നു. അവൾ അതിന് മറുപടി കൊടുക്കുന്നില്ല. ഇതേ സമയം സൂബിൻ ഭയങ്കര സങ്കടത്തിലാണ്. അവൻ ട്രാപ്പിലായി അങ്ങനെ കിമ്മിനോട് ഇഷ്ടമാണെന്ന രീതിയിൽ നിൽക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. അവൻ അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായി സത്യങ്ങൾ അവളെ കൊണ്ട് തുറന്ന് പറയിപ്പിക്കാനും കഴിയില്ല. കാരണം അവൻ ആ ജോലിയും വേണം. ഇതേ സമയം താൻ ഇങ്ങനെ ഇവിടെ ട്രാപ്പിലായതുകൊണ്ട് താൻ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന മൂണിനെ തനിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു പേടിയിലും അവനാവുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പെർഫോമൻസിന്റെ ദിവസം വന്നെത്തുമ്പോൾ ആദ്യം സൂബിൻ അങ്ങോട്ടേക്ക് വന്നതേയില്ല. തന്റെ പാർട്ട്ണർ എന്താ വരാത്തത്, ഇവൻ എവിടെ പോയി കിടക്കുകയാണെന്ന്. സൂബിൻ വന്നില്ലെങ്കിൽ തനിക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന കാര്യത്തിൽ കിം ആകെ ടെൻഷൻ ആവുന്നു. ഇതേ സമയം തന്റെ പാർട്ട്ണറായ ജയുടെ കൂടെ പെർഫോമൻസിന് വേണ്ടി തയ്യാറെടുത്ത് ഇരിക്കുകയാണെങ്കിലും മൂൺ അപ്പോഴും സൂബിൻ വരാത്തത് ശ്രദ്ധിച്ച് ഇവനിത് എന്താ വരാത്തെന്ന് ആവലാതിപ്പെടുന്നുണ്ട്. അവൻ തന്നെ റിജക്ട് ചെയ്തതിന്റെ കലിപ്പിൻ അവനെതിരെ മത്സരിക്കാൻ അവൾ തീരുമാനിച്ചെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾ ഇപ്പോഴും സൂബിനെ കെയർ ചെയ്യുന്നുണ്ട് എന്നതാണ് അവൻ വരാത്തപ്പോ അവൾ ഈ വെപ്രാളം പിടിക്കുന്നത്. അങ്ങനെ സൂബിന്റെയും കിമ്മിന്റെയും പെർഫോമൻസിന് സമയമാകുന്നതിന് മുന്നേ മൂണാണ് അവളുടെ പാർട്ട്ണറിന്റെ കൂടെ പെർഫോമൻസിന് സ്റ്റേജിൽ കയറുന്നത്. അവൾ പാട്ട് പാടുകയും ജെ പിയാനോ വായിക്കുകയുമായിരുന്നു. അവരുടെ പെർഫോമൻസ് വളരെ രസകരമായി മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് വീണ്ടും മൂണിനെതിരെ ചില ആരോപണങ്ങൾ കിം മൈക്ക് വഴി ഉന്നയിക്കുന്നു. അത് അവൾ ഇപ്പൊ നേരിട്ട് ഉന്നയിക്കുകയല്ല, മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വെച്ച ചില ഓഡിയോ ക്ലിപ്സ് പ്ലേ ചെയ്ത് വിടുകയാണ്. മൂൺ അവൾക്ക് കുട്ടികളുടെ ഇടയിലുള്ള പോപ്പുലാരിറ്റി ഉപയോഗിച്ച് കുട്ടികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന പല സിറ്റുവേഷൻസും അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല കുട്ടികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് അവൾ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ ഈ PR വർക്ക്സ് ചെയ്യുന്നു എന്നൊക്കെ ബിഗ് ബോസിന്റെ ഇടയിൽ നമ്മൾ കേട്ടിട്ടില്ല. അതേ കണക്ക് മറ്റു കുട്ടികളെ PR വർക്ക് ചെയ്ത് അവരുടെ സോഷ്യൽ സ്റ്റേറ്റസ് മാറ്റിയെടുക്കാൻ നോക്കിയിട്ടുണ്ടെന്ന രീതിയിലൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന സൂബിൻ ഇതിന്റെ പിന്നിൽ കിം ആണെന്ന് മനസ്സിലാക്കി അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇനി മേലാൽ നിനക്ക് എന്നെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ച് നിന്റെ കൂടെ നിർത്താമെന്ന് നീ വിചാരിക്ക വേണ്ട. എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തു. ഇനി നീ പറയുന്നത് കേട്ട് പേടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് അവൻ അന്ന് പെർഫോമൻസിന് അവളുടെ കൂടെ നിൽക്കാതെ അവിടെ നിന്ന് മാറുന്നത്. തങ്ങളുടെ പെർഫോമൻസിന് നല്ല റെസ്പോൺസ് കിട്ടിയ സന്തോഷത്തിൽ ജയ് വീണ്ടും അവന്റെ ഉള്ളിൽ മൂണിനോടുള്ള ഇഷ്ടം വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവൾ അപ്പോഴും അതിന് റെസ്പോണ്ട് ചെയ്യാതെ മാറുന്നു. അന്ന് എന്തോ ഒന്ന് തീരുമാനിച്ച് മനസ്സിൽ ഉറപ്പിച്ച് സൂബിൻ മൂണിനെ ചെന്ന് കാണുകയും എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയുകയും ചെയ്യുന്നു. കിം ഇതുപോലെ തന്റെ രഹസ്യം മനസ്സിലാക്കി തന്നെ ഭീഷണിപ്പെടുത്തി അവളെ പ്രണയിക്കുന്നത് പോലെ ആക്കിയെടുത്തതാണെന്നും തനിക്ക് അങ്ങനെ ഒരു ഇഷ്ടവും അവളോടില്ല എന്നും താൻ എല്ലാം ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് പോവുകയാണെന്നും പറഞ്ഞ് അവൻ പോകുമ്പോൾ അവൾക്ക് പെട്ടെന്ന് അവനോടൊന്നും പറയാൻ കഴിയുന്നില്ല. അവൻ പോയപ്പോൾ അവൾ തടഞ്ഞതുമില്ല. പിന്നീട് അവൻ സ്കൂളിൽ വന്നതേയില്ല. ആ സ്കൂള് തന്നെ അവൻ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ കാണാതെ വളരെ മിസ്സിംഗ് ആയ കുറെ ദിവസങ്ങളാണ് പിന്നീട് മൂൺ തള്ളി നീക്കിയത്. അങ്ങനെ ഇരിക്കെ തന്റെ ഉഴപ്പെല്ലാം മാറ്റി വീണ്ടും തന്റെ ഏജൻസിയിലേക്ക് മടങ്ങിച്ചെന്ന് പ്രോഗ്രാംസിലെ പിയാനോ ആർട്ടിസ്റ്റായി ജയ് മാറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ജയ് ബാക്ക് സ്റ്റേജിൽ നിന്ന് പിയാനോ വായിച്ചിരുന്ന ഒരാളാണ്. അവന്റെ ഫേസ് അതുകൊണ്ട് തന്നെ ആർക്കും ഫെമിലിയർ അല്ലെങ്കിലും അവൻ ആ പിയാനോ വായിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു പെർഫോമൻസ് എല്ലാവരും വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടിയാണ് കേട്ടിരുന്നത്. ഇപ്പൊ വീണ്ടും എല്ലാത്തിൽ നിന്നും മാറി നിന്ന ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പെർഫോമൻസിന് ഇറക്കിയ മൂണിനെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം അവൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മതിപ്പുണ്ടായി അവൾ നൽകിയ മോട്ടിവേഷൻ ഒരു എനർജി ആയിട്ട് എടുത്ത് ഇപ്പൊ അവന്റെ ആ ഒരു കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഒരു ദിവസം അവന്റെ കോൺസെർട്ട് കേൾക്കാനായി അവന്റെ പിയാനോയുടെ വലിയൊരു ആരാധികയായ മൂൺ പോകുന്നു. അവിടെ വെച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ വളരെ യാദൃശികമായി സൂബിനെ കാണുകയാണ്. ആക്ച്വലി അത് അവൾക്ക് മാത്രമാണ് ഒരു യാദൃശികമായ കൂടിക്കാഴ്ച. അവൾ ഇവിടെ എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൂബിൻ അവിടെ വന്നിരുന്നത്. അവൾ ഒരിക്കൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ റിജക്ട് ചെയ്ത അവൻ തന്നെ ഇപ്പോ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അന്നവൻ റിജക്ട് ചെയ്തത് തന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല എന്ന് അപ്പോഴേക്കും നല്ല വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ തനിക്കും അവനെ ആ പഴയ ഇഷ്ടം ഇപ്പോൾ ഉണ്ടെന്നുള്ള ആ തിരിച്ചറിവിൽ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അവർ മുന്നോട്ട് ഹാപ്പിയായി പോവുകയും ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. നമ്മൾ കൂടുതൽ പോപ്പുലർ ആവാനായി നോക്കിയാലും പ്രശ്നമാണ്. പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ അടങ്ങി ഒതുങ്ങി ആരും അറിയണ്ട കേട്ടില്ല എന്നുള്ള രീതിയിൽ പോകാൻ നോക്കിയാലും പ്രശ്നമാണ്. നമ്മൾ ആരാണോ എന്താണോ ആ രീതിയിൽ മുന്നോട്ട് പോവുക. നല്ലത് മാത്രം വരുമെന്ന പ്രതീക്ഷയിൽ. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.